ഇടതുകോട്ടയായിരുന്ന ആലത്തൂർ UDF വേണ്ടി പിടിച്ചുകൊടുത്ത ആളാണ് രമ്യ ഹരിദാസ്. അതുപോലെ തന്നെ ഇടതുകോട്ടയിൽ നിന്ന് പൊതുവെ അറിയപ്പെടുന്ന ചിറയൻകീഴിൽ വീണ്ടും രമ്യ ഹരിദാസ് UDF വേണ്ടി പിടിക്കാൻ വരണം. മൊത്തം സെൽഫി എടുപ്പാണല്ലോ. അല്ല, അമ്മമാര് കാരണം രാവിലെ തന്നെ പ്രിയങ്കാജിയെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ പരിപാടിക്ക് എത്തുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷത്തിൽ ഭാഗമാവുക എന്നുള്ളത് സെൽഫി ആണെങ്കിലും അല്ലേ, അതിനകത്ത് ഭാഗമാവുക എന്നുള്ളതാണ്. ചിറയൻകീഴ് ആലത്തൂർ പോലെ മറിക്കും. ചിറയൻകീഴ് ഇത്തവണ ഒരു വലിയ മാറ്റത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ആ വലിയ മാറ്റത്തിൽ ഇത്തവണ ചിറയൻകീഴ് UDF-നൊപ്പം ആയിരിക്കും. പാട്ടൊക്കെ പാടിയാണോ പ്രചാരണം കുറേ സ്ഥലങ്ങളിൽ? കാരണം നമ്മൾ ഇപ്പം വാഹന പ്രചരണം നമുക്ക് പാർലമെന്റ് ഇലക്ഷൻ പോലെ അല്ലല്ലോ, അസംബ്ലി ഇലക്ഷൻ ആകുമ്പം എല്ലാ വാർഡുകളിലും പ്രത്യേകിച്ച് എല്ലാ ബൂത്തുകളിലും 2-3 പോയിന്റുകളാണ്. അപ്പോൾ ഒരു വരിയോ അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിൽ ഒരു വരിയായിട്ടും ചില സ്ഥലങ്ങളിൽ അതിനനുസരിച്ച് പാട്ടുമുണ്ട്. നിങ്ങളൊന്നും പാട്ട് വേണമെന്ന് ചോദിക്കാത്തതുകൊണ്ടാണ് പാടാത്തതെന്നാണ് പറയുന്നത്. വേണോ പാട്ട്? വേണോ പാട്ട്? വേണം. ഞങ്ങള് കുറേ ദിവസം കൊണ്ടായിട്ട് പാട്ട് പാടിയിട്ടും അതേപോലെ തന്നെ സംവദിച്ചും ഇന്നലെയൊക്കെ നമ്മുടെ പ്രചരണത്തിനകത്തിടയിൽ കൈകൊട്ടിക്കളി അടക്കം കുട്ടികളും അമ്മമാരും ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ ഒരു വാഹന പ്രചരണം പോകുന്നത്. അതുകൊണ്ട് ചിറയൻകീഴിൽ ഒരു എന്താ പറയുക, പ്രചരണത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പാട്ടുമുണ്ട്, കൈകൊട്ടിക്കളിയുമുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇത്തവണ UDF ഈ എന്താ പറയുക ചിറയൻകീഴ് തൂക്കും. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു പാട്ട്, ചേച്ചി ഒരു പാട്ട് പാടി, നമുക്ക് എല്ലാവരും കൂടി അറിയുന്ന ഒരു പാട്ട് ഏതാ? ചേച്ചിയും കൂടി പാടും. ഏകദേശമായോണ്ടൊരു കടലിനക്കര അല്ലേ? കടലിനക്കര പോണോരെ പോണോരെ കടലിനക്കര പോയി വരുമ്പോൾ കൈ നിറയെ പോയി വരുമ്പോൾ. കണ്ടോ, നമ്മുടെ ചിറയൻകീഴിലെ അമ്മമാര് നല്ല പാട്ടുകാരാണ്. ഞങ്ങൾ ഇവിടെ ചിറയൻകീഴിലെ അമ്മമാര് രമ്യ ഹരിദാസിന്റെ പാട്ടൊന്നും വേണ്ട, സ്വന്തം എല്ലാരും ഇവിടെ എല്ലാരും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കൈകൊട്ടി കളിക്കും എല്ലാത്തിനും റെഡിയാണ്. അതാണ് ചിറയൻകീഴിലെ പ്രത്യേകത. അതാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ് ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് നിൽക്കുന്നത്. പാട്ടുപാടി മുമ്പ് വിജയിച്ചതുപോലെ ഇത്തവണയും സിമ്പിളായി വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പ്രകടിപ്പിക്കുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.